പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. വോൾട്ടയറാണ് പറഞ്ഞത്. വോൾട്ടയർ മരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പാണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. അതിനു മുൻപ് വോൾട്ടയർ പറഞ്ഞൊരു വാചകം, നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ എന്നെ വിയോജിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവൻ കൊടുത്തും എന്നെ എതിർക്കാനുള്ള നിൻ്റെ അവകാശത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വോൾട്ടയറാണ് ഒരുപക്ഷെ ഈ ജനാധിപത്യത്തിൻ്റെയൊക്കെ വരവിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നത് ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹർ മജസ്റ്റീസ് ഒപ്പോസിഷൻ, ഹിസ് മജസ്റ്റീസ് ഒപ്പോസിഷൻ എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം. എന്താണോ പ്രധാനമന്ത്രി അതേപോലെയാണ് പ്രതിപക്ഷ നേതാവ് എന്നതാണ് നമ്മളുടെ തന്നെ പാർലമെൻറ്റിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ചരിത്രം പോലും. ഇന്ന് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കണ്ടത് നാം ഇന്നേ വരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത കാഴ്ചകളാണ്. പഴയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യാനന്തരം എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി അംഗങ്ങൾ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷ നിരയിൽപ്പെട്ട വിവിധ മുന്നണികളുടെ പ്രതിനിധികൾ, ലോക്സഭാംഗങ്ങൾ ഒരു കൂട്ടമായി നിന്ന് ശക്തിപ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഇന്ന് ആ കാഴ്ച നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഒരു കാഴ്ച എന്താണ്? പ്രോട്ടം സ്പീക്കറായി തഴഞ്ഞതിലുള്ള പ്രതിഷേധം മൂലം ഇതാദ്യമായി ഡെപ്യൂട്ടി സ്പീക്കറുടെ പാനലിൽ നിന്ന് 3 പ്രതിപക്ഷ നേതാക്കളും 3 പ്രതിപക്ഷ എംപിമാരും പിൻവാങ്ങുന്ന കാഴ്ച. അവിടെ ഈ പാനലിലുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറയുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്നെ പാർലമെന്റിൽ പ്രതിഷേധ ശബ്ദമുയരുന്ന കാഴ്ച. എപ്പോൾ? സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിലേക്ക് പോയിരുന്നതിനു ശേഷമാണ് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷം വരവറിയിച്ചു എന്നതാണ് നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് വായിക്കുന്ന സമയത്ത്, ഭർതൃഹരി മത്തവ് വായിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടത്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. മൂന്നാമത്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നീറ്റ് എന്ന വിളികളുടെ മുൻപിലൂടെ വളരെ ദുർബലനായി നീങ്ങുന്ന ഒരാളാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ അവിടെ ഭരണപക്ഷത്തെ ഒരു എം പിയും വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എം പി മോദി എന്ന വാക്കുപയോഗിച്ച് പ്രതിരോധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ അങ്ങനെയല്ല. പ്രതിപക്ഷത്തു നിന്നൊരു ശബ്ദമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മോദി എന്ന് ഒരു തിരമാല പോലെ ആർത്തലിക്കുന്ന ഒരു ഭരണപക്ഷത്തെ കാണാം. പക്ഷേ ഇന്ന് നിശബ്ദമായി പോകുന്ന ഭരണപക്ഷത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ 3 കാഴ്ചകൾക്കൊപ്പം രസകരമായ ഒരു കാഴ്ച കൂടി കണ്ടു. വളരെ മനോഹരമായ ഒരു കാഴ്ച. ഈ പുതിയ പാർലമെന്റിലേക്ക് അംഗങ്ങൾ കയറി വന്ന് അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഭരണഘടനയും ഏന്തി ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 4 പേരെ കാണാം. ആദ്യത്തെ ബെഞ്ചിൽ അങ്ങേറ്റത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പിന്നീട് അവധേഷ് പ്രസാദ് ഫൈസാബാദിൽ നിന്ന്, ഇവിടെ അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠിച്ച നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സമാജ്വാദി പാർട്ടിയുടെ MP അവധേഷ് പ്രസാദിനെ അഖിലേഷ് യാദവ് പുറകിലത്തെ നിരയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് മുൻനിരയിൽ ഉയർത്തുക മാത്രമല്ല കയ്യിലൊരു ഭരണഘടന വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവധേഷ് പ്രസാദ്, അഖിലേഷ് യാദവ്, ഒപ്പം സുദീപ് ഉപാധ്യായ, ഈ രാഹുൽ ഗാന്ധി, ഈ 4 ചെറുപ്പക്കാരിങ്ങനെ നിരന്നിരിക്കുമ്പോൾ കയ്യിൽ ഭരണഘടനയുമായിട്ട് ഇരിക്കുക മാത്രമല്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി സ്പീക്കറുടെ ഡൈസിലേക്ക് വരുമ്പോൾ അയോധ്യയിൽ വിജയിച്ച SP-യുടെ സ്ഥാനാർത്ഥിയായ അവധേഷ് പ്രസാദ് എന്ന MP ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ വളരെ ആവേശകരമായ ഒരു ദൃശ്യമാണത്. ഭരണഘടന എങ്ങനെയാണ് മതേതര ഭാരതത്തിൽ വീണ്ടും ഉയർത്തപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായി എനിക്ക് തോന്നിയത് ഇന്ന് ആ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം മുൻനിരയിലിരുന്ന് അവധേഷ് പ്രസാദും ഒപ്പം ഈ അഖിലേഷ് യാദവും ഒക്കെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. അതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ ഭരണഘടനയെ എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? 1949 നവംബർ മാസം 30-ാം തീയതി ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്ത് 4ാമത്തെ ദിവസം ഓർഗനൈസറിൻ്റെ മുഖപത്രത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്, മനുസ്മൃതി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ആദരപാത്രത്തിന് വിധേയമാകുമ്പോൾ ഇന്ത്യയിലെ പണ്ഡിതന്മാർക്ക് മനുസ്മൃതിയിലെ നിയമങ്ങൾ അറിയില്ലായിരുന്നു എന്നാണ് ഓർഗനൈസറിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിനും മുൻപ് പേർഷ്യയിലും സ്പാർട്ടയിലും ഒക്കെ നിയമനിർമ്മാണം നടക്കുന്നതിന് മുമ്പ് എഴുതിയിരുന്ന മനുസ്മൃതിയിലെ നിയമങ്ങൾ ഉൾപ്പെടുത്താത്ത ഭരണഘടന ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ RSSൻ്റെ ചരിത്രം മുതൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണഘടനയെ വിവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു, പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഇതേ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ വിതരണം ചെയ്ത പകുതി ഭരണഘടനകളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും അപ്രത്യക്ഷമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ പാർലമെന്റിന് തൊട്ടു മുമ്പുള്ള പഴയ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട
നിയമങ്ങളിൽ, പൗരത്വ നിയമ ഭേദഗതിയിൽ മതേതരത്വത്തെ ഖണ്ഡിച്ചുകൊണ്ട് പൗരത്വത്തിന് മതപരമായ മാനദണ്ഡം നൽകിയത്, ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തത്, കാർഷിക നിയമങ്ങളും ലേബർ നിയമങ്ങളും പാസ്സാക്കിയത്, എന്തിനേറെ ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക ബന്ധങ്ങളുടെ പുറത്ത് കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ഫിനാൻസ് കമ്മീഷന്റെ നിയമങ്ങളെ വ്യാഖ്യാനിച്ചത്, ഇതെല്ലാം നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ 10 വർഷക്കാലമാണ്. അതിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് പ്രതിപക്ഷം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രതീകാത്മകമായിട്ടൊരു പോരാട്ടം നമ്മൾ കണ്ടത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നു, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ അപ്പം ചുടുന്നത് പോലെ ഒരു നിയമനിർമ്മാണവും ഉണ്ടാവില്ല. പോക്കറ്റിൽ നിന്നെടുത്ത് ഇനി ഒരു ആർട്ടിക്കിൾ 370 പോലെ ഒരു ആർട്ടിക്കിളും ഇനി ഭേദഗതി ചെയ്യപ്പെടില്ല. ഒരു കണക്ക് പറയുന്നത്, മൻമോഹൻ സിംഗ് പോകുന്ന UP2 കാലത്ത് മൊത്തം ആ പാർലമെൻറ്റിൻ്റെ, അതായത് 15ാമത്തെ ലോക്സഭയിൽ മൊത്തം പാസ്സാക്കപ്പെട്ടിരിക്കുന്ന ബില്ലുകളിൽ 71% സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പോയിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോയി വിവിധ ചർച്ചകൾ നടത്തി ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടാണ് സഭ പാസ്സാക്കിയിരുന്നത്. 16ഉം 17ഉം ലോക്സഭയിലേക്ക് എത്തുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പോകുന്ന ബില്ലുകളുടെ എണ്ണം 71% നിന്ന് UPA സർക്കാരിൻ്റെ കാലത്തെ 71% നിന്ന് 25% 2014-19 കാലഘട്ടത്തിലും അവിടെ നിന്ന് 16% എന്ന കണക്കിലേക്ക് 2019-2024 മോദി 2ാം സർക്കാരിൻ്റെ കാലത്തേക്ക് മാറി. അതായത് 100 ബില്ലുകൾ പാസ്സാക്കിയാൽ 17 ബില്ലുകൾ മാത്രമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ പോകുന്നത്. ബാക്കി 84 ബില്ലുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പാസ്സാക്കപ്പെടുന്ന അവസ്ഥ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് നോക്കുകുത്തിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ പാർലമെൻറ്റ് പ്രതിപക്ഷത്തിൻ്റെ സക്രിയമായ ഇടപെടലിലൂടെ ജനാധിപത്യത്തിൻ്റെ തുറന്ന സംവാദവേദിയായി മാറാൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആ മനോഹരമായ ദൃശ്യങ്ങൾ പാർലമെന്റിൽ ഒരിക്കൽ കൂടി പ്രതിപക്ഷം ശക്തമായി ഭരണപക്ഷത്തെ നിയന്ത്രിക്കുകയും ഭരണപക്ഷത്തിന് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു, ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമായി നിങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിട്ടു. കഴിഞ്ഞ തവണ 10% തികയാത്തത് കൊണ്ട് പ്രതിപക്ഷ പദവി സ്ഥാനം കൊടുക്കുന്നതിന് വിയോജിപ്പറിയിച്ചു. അങ്ങനെ എത്രയെത്ര ഘട്ടങ്ങൾ 147 MP-മാരെ ഒറ്റയടിക്ക് പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് UPK ലഡ്കയുടെ നേതൃത്വത്തിൽ ഈ ലോക്സഭ പ്രതിപക്ഷത്തിൻ്റെ സജീവ സക്രിയ സാന്നിധ്യമായി മാറാൻ പോവുകയാണ്. ഭരണപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ. അതിൽ നീറ്റ് എന്ന് പറയുന്ന വിഷയമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രേക്ഷകർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ 24 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാളിൽ നിന്ന് 1500 രൂപ വീതം ഫീസ് വാങ്ങി നടത്തിയ പരീക്ഷയാണ്. മൊത്തം കണക്കിലെടുത്താൽ 360 കോടി രൂപയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്നത്. 10 മാസത്തെ ശരാശരി പ്രിപ്പറേഷൻ, 3 മുതൽ 4 വർഷക്കാലത്തെ താല്പര്യമുള്ള പ്രിപ്പറേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും അധികം കുളമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. യുവമോർച്ചയ്ക്കും AVP-ക്കും പ്രതിഷേധമുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ പുറത്തു വരാൻ പോകുന്നു. പാർലമെന്റിൽ അത് വലിയ പ്രതിഷേധമായി മാറാൻ പോകുന്നു. ചെറുപ്പക്കാരുടെ പ്രതിരോധാഗ്നിയിലാണ് ഈ സർക്കാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിരോധത്തിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.